ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വൈദ്യുതി മീറ്റർ വാടകയിൽ 5 ഇരട്ടിയിലേറെ വർധന ഉണ്ടാവുമെന്ന നിർദ്ദേശവുമായി വൈദ്യുതി ബോർഡ്. സംസ്ഥാന പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിലേക്ക് മാറുമ്പോൾ സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 6 രൂപയുള്ള മീറ്റർ വാടക 31 രൂപയാകും. 3 ഫേസ് ആകുമ്പോൾ 36 രൂപയാകും. 2 മാസം കൂടുമ്പോൾ ലഭിക്കുന്ന വൈദ്യുതി ബില്ലിൽ മീറ്റർ വാടകയായി 12 രൂപയ്ക്ക് പകരം 62 രൂപയും 72 രൂപയും ഈടാക്കും. ആദ്യഘട്ടമായി 1.72 ലക്ഷം സർക്കാർ ഓഫീസുകളിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം മുതൽ ഈ മീറ്ററുകളിൽ നിന്ന് വാടക ഈടാക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിച്ച രേഖകളിലാണ് മീറ്റർ വാടക കുത്തനെ ഉയരുന്ന നിർദ്ദേശമുള്ളത്. മീറ്ററുകൾക്കെല്ലാം നിലവിൽ ഈടാക്കുന്നത് ഒരേ നിരക്കായതിനാൽ സർക്കാർ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന അതേ മീറ്റർ വാടകയായിരിക്കും ഗാർഹിക ഉപഭോക്താക്കൾക്കും. സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായാണ് നിലവിലുള്ള ഇലക്ട്രിക്കൽ മീറ്ററുകൾ മാറ്റി പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാർ ഓഫീസുകൾ, ഹൈടെൻഷൻ ഉപഭോക്താക്കൾ തുടങ്ങിയ വിഭാഗങ്ങളിലായി 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം 50 ലക്ഷത്തോളം വൈദ്യുതി ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും. നിലവിലുള്ള ഇലക്ട്രിക്കൽ മീറ്ററുകൾക്ക് 800 മുതൽ 900 രൂപ വരെയാണ് വില. എന്നാൽ സ്മാർട്ട് മീറ്ററുകൾക്ക് 3100 മുതൽ 4700 രൂപ വരെയാണ് വില. ഈ തുക ഈടാക്കുന്നതിൻ്റെ ഭാഗമായാണ് 8.75% പലിശ കൂടി കണക്കാക്കി പ്രതിമാസം 31 രൂപ മുതൽ വാടക നിശ്ചയിച്ചിരിക്കുന്നത്. ഉപഭോഗം കൂടുതലുള്ള LDCD ഉപഭോക്താക്കൾക്ക് സ്ഥാപിക്കുന്ന മീറ്ററിന് 49 രൂപയാണ് വാടക നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഉപഭോക്താക്കൾക്ക് റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുമായി സപ്ലൈകോ. റംസാൻ നിലാവെന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. 1 കിലോ വീതം ശബരി അപ്പപ്പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, അതുപോലെ 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ ഉള്ളത്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. 2000 രൂപ വീതമാണ് നിലവിൽ പദ്ധതി വഴി കർഷകർക്ക് കൈമാറുന്നത്. രാജ്യത്തെ യോഗ്യരായ കർഷകർക്ക് വർഷം 6000 രൂപ. 4 മാസത്തിലൊരിക്കൽ 2000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി സർക്കാർ നൽകുന്നു. 21ാമത്തെ ഗഡു നവംബർ മാസത്തിലാണ് ലാസ്റ്റായിട്ട് നൽകിയത്. 22ാമത്തെ ഗഡു ഫെബ്രുവരി മുതൽ മാർച്ച് അവസാനം വരെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ എല്ലാവർക്കും തന്നെ 2000 രൂപ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. PM കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ eKYC ചെയ്തിരിക്കണം. PM കിസാൻ വെബ്സൈറ്റിലൂടെയോ അടുത്തുള്ള CSC സെൻറ്ററിലൂടെയോ ഇത് ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ട വിധം ചുരുക്കത്തിൽ പറയാം. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ഫാർമർ കോർണർ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക. ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. ഗെറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്, വേണ്ടവർ അത് കാണുക. eKYC പൂർത്തിയാക്കാത്തവർ, അതുപോലെ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർ, അതുപോലെ ഭൂമി വിവരങ്ങൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വിവരങ്ങൾ തെറ്റായി നൽകിയവർ, അതുപോലെ ഒരു കുടുംബത്തിലെ ഒന്നിലധികം ആളുകൾ ഉപഭോക്താക്കളായാൽ 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമി സ്വന്തമാക്കിയവർ തുടങ്ങിയവർക്കെല്ലാം തന്നെ 2000 രൂപ ലഭിക്കില്ല. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.